ഏകദേശം 70 മണിക്കൂർ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ചരിത്രമുറങ്ങുന്ന മുളന്തുരുത്തിയിൽ മലങ്കര സഭയുടെ അസോസിയേഷൻ കൂടാനിരിക്കുകയാണ്. സഭയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഈ ചരിത്ര നിമിഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പിതാവിൻ്റെ അനുസ്മരണ ചടങ്ങിൽ വൈദിക ട്രസ്റ്റിയുടെ ആത്മപരിശോധനയ്ക്ക് തുല്യമായ ഏറ്റുപറച്ചിലും തേങ്ങലും കേൾക്കാനിടയായത് പലരെയും ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അസോസിയേഷനിലേക്ക് എത്തുന്ന ഓരോ അംഗവും ചില കാര്യങ്ങൾ സ്വയം ചോദിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യേണ്ട സമയമാണിത്. മലങ്കര സഭയിൽ 4 പിതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ മാനേജിംഗ് കമ്മിറ്റിയോ അസോസിയേഷനോ തീരുമാനിച്ചോ അതോ മറ്റേതെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണോ ഈ തീരുമാനമുണ്ടായത്? ഞാൻ മലങ്കര മെത്രാപ്പൊലീത്തയും കത്തോലിക്കയുമാണ്. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം എന്ന തരത്തിലുള്ള അധികാര വികേന്ദ്രീകൃതമായ സമീപനത്തിൻ്റെ ഫലമായാണ് ഈ തെരഞ്ഞെടുപ്പ് നടപടി മുന്നോട്ട് പോയത്. മാനേജിംഗ് കമ്മിറ്റി ഓൺലൈൻ വോട്ടിങ്ങിനെ പൂർണ്ണമായി എതിർക്കുകയും ബാലറ്റ് വോട്ടിംഗ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മാനേജിംഗ് കമ്മിറ്റി ചേർന്നപ്പോൾ വിദേശത്തുള്ളവർക്ക് ഓൺലൈൻ വോട്ടിംഗ് നടത്താനുള്ള സാഹചര്യം ഒരുക്കുകയുണ്ടായത്. ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ഇത് മലങ്കര മെത്രാപ്പൊലീത്തയുടെ അധികാരമാണെന്ന വിശദീകരണമാണ് ലഭിച്ചത്. അങ്ങനെയെങ്കിൽ അസോസിയേഷന് സ്വതന്ത്രമായ അധികാരവും തീരുമാനമെടുക്കാനുള്ള അവകാശം എവിടെ പോയി എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുന്നു. മെത്രാപ്പൊലീത്ത സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് ഏകദേശം 40ഓളം പേരിൽ ഭൂരിഭാഗം പേരും വിവിധ കാരണങ്ങളാൽ സ്ക്രീനിംഗ് കമ്മിറ്റി ഒഴിവാക്കി. അതിൽ ഭൂരിഭാഗം പേരും സൈക്കോളജിക്കൽ ടെസ്റ്റിലാണ് പുറത്തുപോയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ചില ഗൗരവമേറിയ ചോദ്യങ്ങളുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയ സൈക്യാട്രിക് ടീമിൻ്റെ പരിശോധന രീതിയെക്കുറിച്ചും തീരുമാനങ്ങളുടെ ഏകീകരണത്തെക്കുറിച്ചും വിശ്വാസ സമൂഹത്തിൽ സംശയങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ഉണ്ടായ വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈ സൈക്യാട്രിക് ടീമിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് ഉണ്ടായത്? കഴിഞ്ഞ മുൻപിലത്തെ തവണ കൂത്താട്ടുകുളത്തെ ആശുപത്രിയിൽ വെച്ചാണ് മെത്രാപ്പൊലീത്ത സ്ഥാനാർത്ഥികളുടെ സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തിയത്. അവിടുത്തെ ഡോക്ടർമാർ ചില വ്യക്തികളെ മാറ്റി നിർത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും നേതൃത്വത്തിൽപ്പെട്ട ചിലർക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ താൽപ്പര്യമുണ്ടായിരുന്നതിനാൽ വീണ്ടും മറ്റൊരു സൈക്യാട്രിക് ടീമിൻ്റെ പരിശോധനയ്ക്ക് വിധേയരാക്കി. അതിനുശേഷമാണ് ആദ്യ പരിശോധനയിൽ പുറത്തായ ചിലർ വീണ്ടും പട്ടികയിൽ ഇടം നേടിയത്. ഇതെല്ലാം ശരിയാണെങ്കിൽ ഒരേ വ്യക്തിയെ സംബന്ധിച്ച് വ്യത്യസ്ത പരിശോധനകളിൽ വ്യത്യസ്ത ഫലങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കേണ്ട വിഷയമാണ്. അതിനുവേണ്ട സഹായങ്ങളും ക്രമീകരണവും ചെയ്തു കൊടുത്ത വ്യക്തികൾ തന്നെയാണ് ഇത്തവണയും സൈക്യാട്രിക് മേഖല കൈകാര്യം ചെയ്തത്. ഈ പ്രാവശ്യം ഒരു രീതിയിലും സൈക്യാട്രിക് ടെസ്റ്റ് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ചിലർ എങ്ങനെ വിജയിച്ചു എന്നതും ചോദ്യമാണ്. അതേസമയം കഴിഞ്ഞ തവണ എല്ലാ ടെസ്റ്റുകളും വിജയിച്ചവർ ഇത്തവണ പുറത്തു പോവുകയും കഴിഞ്ഞ തവണ പുറത്തായവർ ഇത്തവണ അകത്തു വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വിശ്വാസ സമൂഹത്തിന് വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. സുതാര്യതയാണ് ഇവിടെ ഏറ്റവും പ്രധാനം. സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ. ഇപ്പോഴുള്ള 6 മെത്രാപ്പൊലീത്ത സ്ഥാനാർത്ഥികൾക്കും തലതൊട്ടപ്പന്മാരായ പിതാക്കന്മാരുടെയും ആരാധക സംഘങ്ങളുടെയും വ്യവസായികളുടെയും പിന്തുണയോടെ നടക്കുന്ന ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കാണുന്നതെന്ന വിമർശനം ഇതിനകം പൊതുസമൂഹത്തിൽ ഉയർന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് പിതാക്കന്മാരുടെയും വിവിധ വിഭാഗങ്ങളുടെയും പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ അവരുടെ വ്യക്തിപരമായ കഴിവുകളും സഭാശുശ്രൂഷയിലെ സംഭാവനകളും പൊതുസമൂഹത്തിന് വിലയിരുത്താൻ സാധിച്ചിരുന്നു. പദവിയിലെത്തിയതിനു ശേഷം സ്വഭാവത്തിലും പ്രവർത്തനശൈലിയിലും മാറ്റം വന്നവരും സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓരോ സ്ഥാനാർത്ഥിയെയും വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മറിച്ച് അവരുടെ മുഴുവൻ ജീവിതവും ശുശ്രൂഷകളും കഴിവുകളും വിലയിരുത്തിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. സ്ഥാനാർത്ഥികളെക്കുറിച്ച് പറയുമ്പോൾ ഒരാൾ ദേവലോകത്തെ മാനേജർ എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. സഭയുടെ പ്രശ്നബാധിത മേഖലകളിലെ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികൾ നേരിട്ട വ്യക്തിത്വം. എന്നാൽ അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഗുണങ്ങളും കഴിവുകളും എന്തൊക്കെയാണ്? വിദ്യാഭ്യാസ യോഗ്യതകൾക്കപ്പുറം സഭയ്ക്കും പൊതുസമൂഹത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? ദേവലോകത്ത് നടക്കുന്ന പെരുന്നാളുകളുടെയും മറ്റു പ്രധാന ക്രമീകരണങ്ങളുടെയും കാര്യക്ഷമതയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. വേദശാസ്ത്രപരമായ വിഷയങ്ങളിലും പൊതുവിഷയങ്ങളിലും പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്ത് കാര്യക്ഷമമായി സംസാരിക്കാനുള്ള കഴിവ് എത്രമാത്രം ഉണ്ടെന്നതും പരിശോധിച്ചാൽ മനസ്സിലാകും. എങ്കിൽ ഈ വ്യക്തിപട്ടികയിൽ ഇടം നേടാനുള്ള പ്രധാന കാരണം എന്താണ്? സഭയുടെ പ്രധാനികൾ ഇദ്ദേഹത്തിന് വേണ്ടി നിലകൊണ്ടു എന്നതും തനിക്ക് താൽപ്പര്യമില്ലാത്ത സ്ഥാനത്തേക്ക് നിർബന്ധപൂർവ്വം പിടിച്ചു നിർത്തുകയാണ് എന്നതുമാണ് പൊതുസംസാരം. നിർബന്ധിച്ചെന്തിനാണ് ഇങ്ങനെ ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്? മറ്റൊരു സ്ഥാനാർത്ഥി ചരിത്രപ്രസിദ്ധമായ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട് ധീരമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ളവയാണ്. വേദശാസ്ത്രത്തോടൊപ്പം നിയമപഠനവും നടത്തിയിട്ടുണ്ട്. സഭയ്ക്ക് വേണ്ടി ധീരമായ നിലപാടെടുത്തതും സ്വന്തം ജീവിതം പോലും പ്രതിസന്ധിയിലാക്കിയതും അദ്ദേഹത്തിന് വലിയ പ്രത്യേകതയാണ്. എന്നാൽ ഇടവക ശുശ്രൂഷകളിലും ഭരണപരമായ ചുമതലകളിലും അദ്ദേഹം എത്രമാത്രം വിജയിച്ചു എന്ന് വിലയിരുത്തണം. അങ്കമാലി ഭദ്രാസനത്തിലെ പ്രധാനപ്പെട്ട ചുമതല വിശ്വാസികളും വൈദികരും വിശ്വാസത്തോടെ ഏൽപ്പിച്ചപ്പോൾ അത് വേണ്ടവിധം ഉപയോഗപ്പെടുത്താതെ രാജിവെച്ച് പുറത്തുപോയ സംഭവങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ധീരമായ നിലപാട് മാത്രം ഒരു മെത്രാപ്പൊലീത്തയുടെ യോഗ്യതയാകുമോ? അതിനൊപ്പം ഭരണപരമായ കഴിവും ഇടയ ശുശ്രൂഷയും ആത്മീയ പക്വതയും ആവശ്യമില്ലേ? മുതിർന്ന മെത്രാപ്പൊലീത്തയുടെ പരിപൂർണ്ണ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം 6-ൽ ഒരുവനായത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാതിയെ തുടർന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. മറ്റൊരു സ്ഥാനാർത്ഥി ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യക്തിയാണ്. ദീർഘകാലം വിദേശത്ത് ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തി ഒരു സന്യാസ സമൂഹത്തിൻ്റെ ഭാഗമായി ആശ്രമ ജീവിതം നയിക്കുകയാണ്. എന്നാൽ സ്വന്തം ഇടവകയിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എത്രമാത്രം ആളുകൾക്കറിയാം? താൻ അംഗമായിരുന്ന സന്യാസ സമൂഹത്തിന് അദ്ദേഹത്തിനോട് ലഭിച്ച സംഭാവനകൾ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പിനായി നേരിട്ട് വിളിച്ച് വോട്ടും പ്രാർത്ഥനയും അഭ്യർത്ഥിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആശയവിനിമയ ശേഷിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കുടുംബാംഗവും സഭയിലെ ഉപദേശ സമിതി അംഗവുമായ ഒരു വ്യവസായിയുടെ ശക്തമായ പിന്തുണയോടെ അദ്ദേഹം പട്ടികയിൽ ഇടം നേടിയെന്ന ആരോപണം ഉയരുന്നുണ്ട്.
ഇത്തരം ആരോപണങ്ങൾ ശരിയാണെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ മാനദണ്ഡം എന്തായിരുന്നെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിന്ന് പുറത്തായ വ്യക്തിയാണ് ഇദ്ദേഹവും. മറ്റൊരു സ്ഥാനാർത്ഥി 7-ാം കടലിനപ്പുറം ജീവിക്കുന്ന വ്യക്തിയാണ്. മലയോര പ്രദേശത്ത് ജനിച്ചു വളർന്ന അദ്ദേഹം ബിരുദവും വേദശാസ്ത്ര ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു ദേവാലയത്തിൽ ഏകദേശം 15 വർഷമായി ശുശ്രൂഷ നിർവഹിക്കുന്നു. വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ മെത്രോപൊളിറ്റൻ തെരഞ്ഞെടുപ്പിൽ അസോസിയേഷൻ പരാജയപ്പെട്ട വ്യക്തിയുമാണ്. ഇന്ത്യക്ക് പുറത്തായതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും വ്യക്തിത്വവും കേരളത്തിലെ ഭൂരിഭാഗം വിശ്വാസികൾക്കും അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്ന പ്രചാരണങ്ങളേക്കാൾ യഥാർത്ഥ ശുശ്രൂഷയും കഴിവുകളും പരിശോധിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ. മറ്റൊരു സ്ഥാനാർത്ഥി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതിന് ശേഷം സഭയിലെ പിതാക്കന്മാരുടെയും ഉന്നതരുടെയും പിന്തുണയോടെ അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിന് പോയി. കഴിഞ്ഞ അസോസിയേഷനിൽ മറ്റൊരു സ്ഥാനാർത്ഥി 7-ാം കടലിനപ്പുറം ജീവിക്കുന്ന വ്യക്തിയാണ്. മലയോര പ്രദേശത്ത് ജനിച്ചു വളർന്ന അദ്ദേഹം ബിരുദവും വേദശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു ദേവാലയത്തിൽ ഏകദേശം 15 വർഷമായി ശുശ്രൂഷ നിർവഹിക്കുന്നു. വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെന്ന് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ മെത്രോപൊളിറ്റൻ തെരഞ്ഞെടുപ്പിൽ അസോസിയേഷനിൽ പരാജയപ്പെട്ട വ്യക്തിയുമാണ്. ഇന്ത്യക്ക് പുറത്തായതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും വ്യക്തിത്വവും കേരളത്തിലെ ഭൂരിഭാഗം വിശ്വാസികൾക്കും അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്ന പ്രചാരണങ്ങളേക്കാൾ യഥാർത്ഥ ശുശ്രൂഷയും കഴിവുകളും പരിശോധിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ. മറ്റൊരു സ്ഥാനാർത്ഥി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതിന് ശേഷം സഭയിലെ പിതാക്കന്മാരുടെയും ഉന്നതന്മാരുടെയും പിന്തുണയോടെ അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിനായി പോയി. കഴിഞ്ഞ അസോസിയേഷനിൽ മെത്രോപൊളിറ്റൻ സ്ഥാനാർത്ഥിയായി കേരളത്തിലെത്തിയിരുന്നു. കഴിഞ്ഞ അസോസിയേഷനിൽ പരാജയപ്പെട്ടതിന് ശേഷം സഭയുടെ ഒരു പ്രധാന പുണ്യഭൂമിയിൽ ചുമതല വഹിക്കുകയാണ്. തലതൊട്ടപ്പന്മാരായ പിതാക്കന്മാരുടെ ഇച്ഛാശക്തിയും വ്യവസായികളുടെ പിന്തുണയും ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നത് വിശ്വാസികൾ പരിശോധിക്കേണ്ടതാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഇടവക ശുശ്രൂഷ ഈ വ്യക്തി ചെയ്തിട്ടുണ്ടോ? ഇടയ ശുശ്രൂഷയിലെ അനുഭവം എത്രമാത്രമാണ്? സഭയെ നയിക്കാനുള്ള ഭരണപരമായ കഴിവ് എത്രത്തോളം തെളിയിച്ചിട്ടുണ്ട്? ഇവയൊക്കെയാണ് വോട്ടർമാർ ചോദിക്കേണ്ട ചോദ്യങ്ങൾ. അടുത്ത വ്യക്തിത്വം 6 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾ. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗമായിരുന്ന ഒരു മെത്രോപൊളിത്തായുടെ വാത്സല്യവും പിന്തുണയും ലഭിക്കുന്ന വ്യക്തിയാണെന്ന് വിമർശനം വരുന്നുണ്ട്. കേരളത്തിന് പുറത്തും വിദേശത്തുമുള്ള ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വ്യക്തിയുമാണ്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ ഇനി അവസരം ലഭിക്കില്ല എന്ന തരത്തിലുള്ള ശക്തമായ പ്രചാരണം നടക്കുന്നതായി കാണുന്നു. തെക്കും വടക്കും ഒരുപോലെ ആളുകളെ രംഗത്തിറക്കി പ്രചാരണം നടത്തുന്നതും മണിക്കൂറുകൾക്കുള്ളിൽ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നതും ശ്രദ്ധേയമാണ്. ശക്തമായ PR പ്രവർത്തനം നടത്തുന്ന യാഥാർത്ഥ്യമായി ഇദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവിധ ആരോപണങ്ങളും തെളിവുകളും പുറത്തുവരുന്നതായും കാണുന്നു. എങ്ങനെയും മെത്രോപൊളിത്തയാകണം എന്ന തരത്തിലുള്ള പ്രചാരണം സഭയ്ക്ക് ഗുണകരമാണോ? ഇതിനു പിന്നിൽ ലക്ഷ്യം എന്താണ്? തൻ്റെ ആത്മീയ പിതാവിൻ്റെ സുന്നതദോസ് പിതാക്കന്മാരുടെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ അടുത്ത പടി കയറാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി വിശ്വസ്തനായ ഒരാളുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി ആത്മീയ പിതാവ് തൻ്റെ വാത്സല്യ മകനെ ശക്തമായ ഇടപെടലിലൂടെ കൊണ്ടുവന്നിരിക്കുകയാണെന്ന വിമർശനം ഉയരുന്നുണ്ട്. എന്നാൽ പുറത്ത് അവരെക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ചയില്ല? അസോസിയേഷൻ പ്രതിനിധികൾ പുറത്തായ ഓരോ സ്ഥാനാർത്ഥിയുടെയും ജീവിതം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 12 വർഷത്തിൽ കൂടുതലായി സഭയുടെ ഒരു പുണ്യഭൂമിയിൽ ജീവിതം സമർപ്പിച്ച പൂർണ്ണ സന്യാസി. വർഷങ്ങളോളം വടക്കേ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂർണ്ണ സന്യാസി. അമേരിക്കയിലെ തിയോളജിക്കൽ സെമിനാരിയിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള വൈദികൻ. യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ചുമതല വഹിച്ച് യുവത തലമുറയെ ചേർത്ത് പിടിച്ച വ്യക്തി. താൻ അംഗമായിരിക്കുന്ന സന്യാസി സമൂഹത്തിനും പൊതുസമൂഹത്തിനും കൃത്യമായി പ്രവർത്തിക്കുന്ന സന്യാസി വൈദികൻ. സഭാ ശുശ്രൂഷയ്ക്കൊപ്പം വിദഗ്ധ ചികിത്സയ്ക്കായി തലസ്ഥാന നഗരിൽ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച പൂർണ്ണ സന്യാസി. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും അനേകരുടെ പ്രാർത്ഥനയാലും ക്യാൻസർ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ച ശേഷവും സഭാ ശുശ്രൂഷ തുടരുന്ന വ്യക്തി. സഭയുടെ പുണ്യസ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്തതിനു ശേഷം വടക്കേ ഇന്ത്യയിലെ സഭാ സെമിനാരിൽ വൈദിക ശുശ്രൂഷയിലേക്ക് വരുന്ന തലമുറയെ പരിശീലിപ്പിക്കുന്ന സന്യാസി വൈദികൻ. 15 വർഷത്തിലേറെ ഭാഗ്യസ്മരണാർഹനായ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ കാലത്ത് ആരംഭിച്ച് ശ്ലീബാദാസ സമുദായത്തിൽ പൂർണ്ണസമയ ശുശ്രൂഷ ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള സന്യാസി വൈദികൻ. ഇതുപോലെ പുറത്തായവരുടെ ജീവിതവും വിദ്യാഭ്യാസ യോഗ്യതയും സഭാ ശുശ്രൂഷയും പൊതുസമൂഹത്തിലെ പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ അവർ എത്രമാത്രം യോഗ്യതയുള്ളവരായിരുന്നു എന്ന് ഓരോ വിശ്വാസിക്കും മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇവർ പുറത്തു പോകേണ്ട പ്രധാന കാരണം എന്തായിരുന്നു? തലതൊട്ടപ്പന്മാരായ പിതാക്കന്മാരുടെ പിന്തുണ ഇല്ലാത്തതുകൊണ്ടോ? വ്യവസായികളുടെ സാമ്പത്തിക പിന്തുണ ഇല്ലാത്തതുകൊണ്ടോ? ശക്തമായ PR സംവിധാനവും ആരാധക വൃന്ദവും ഇല്ലാത്തതുകൊണ്ടോ? ഈ ചോദ്യങ്ങൾ അസോസിയേഷൻ പ്രതിനിധികൾ തന്നെ ഉത്തരം കണ്ടെത്തണം. മുൻകാലങ്ങളിലും PR പ്രവർത്തനങ്ങളിലൂടെയും ചില പിതാക്കന്മാരുടെ പിന്തുണയിലൂടെയും സഭയുടെ നേതൃത്വത്തിലേക്ക് എത്തിയവർ ഉണ്ടായിട്ടുണ്ട്. വൈദിക ട്രസ്റ്റി ആയാലും അൽമായ ട്രസ്റ്റി ആയാലും അസോസിയേഷൻ സെക്രട്ടറി ആയാലും മറ്റു പ്രധാന ചുമതലകളിലായാലും പിന്നീട് അവരുടെ പ്രവർത്തനങ്ങൾ സഭയ്ക്കും പൊതുസമൂഹത്തിനും മുന്നിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. സഭയ്ക്ക് വേണ്ടി ബലിയാടായി എന്ന പേരിൽ മെത്രോപൊളിറ്റൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട
മെത്രാപ്പോലീത്തായുടെ പ്രവർത്തനങ്ങളും പിന്നീട് സഭാമക്കൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത്തവണ വികാരത്തിൻ്റെ പേരിലല്ല, വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമുണ്ടാകേണ്ടത്. ഇപ്പോഴുള്ള ചില സ്ഥാനാർത്ഥികൾ തങ്ങൾക്ക് ഒറ്റ വോട്ട് നൽകണമെന്ന് തങ്ങളുടെ അനുയായികളോട് അഭ്യർത്ഥിക്കുന്നതായി കേൾക്കുന്നു. അസോസിയേഷൻ പ്രതിനിധികളുടെ ഒരു അഭ്യർത്ഥന: നിങ്ങൾ സ്വയം ചിന്തിക്കുക. വരും കാലങ്ങളിൽ സഭയെ ശുശ്രൂഷിക്കാനും നയിക്കാനും കഴിയുന്ന പിതാക്കന്മാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നടപടികളുടെ അപാകതകൾക്കെതിരെയും സഭാ നേതൃത്വത്തിലെ അധികാര വികേന്ദ്രീകരണത്തിനെതിരെയും പ്രതികരിക്കാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരമാണിത്. നിങ്ങൾക്ക് സഭയാണ് പ്രധാനമെങ്കിൽ ഈ പട്ടികയിൽ വരാനിരിക്കുന്നവർ ആരെ തിരഞ്ഞെടുക്കണമെന്ന് വ്യക്തിപരമായ ബന്ധങ്ങൾ നോക്കാതെ സ്വയം വിലയിരുത്തുക. ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അനുഭവിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലാതെ ഓർക്കുക. ലോകം മാറുകയാണ്. കാലത്തിനനുസരിച്ച് മാറുന്ന തലമുറയെ ചേർത്ത് പിടിക്കാനും വിശ്വാസത്തിൽ ഉറപ്പിക്കാനും കഴിയുന്ന പിതാക്കളാണ് സഭയ്ക്ക് ആവശ്യം. വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും സഭാസ്നേഹം പ്രകടിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഒരു ചോദ്യം: നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് അസോസിയേഷൻ നിങ്ങളുടെ വോട്ടിലൂടെ തെളിയിക്കുക. ആര് യോഗ്യരല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആരെയും തിരഞ്ഞെടുക്കാതെ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അസോസിയേഷന്റെ അവകാശവും പ്രാധാന്യവും സഭയിലെ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പിതാക്കന്മാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ വിവേകപൂർവ്വമായും ഉത്തരവാദിത്വത്തോടെയും പ്രതികരിക്കുക. എങ്കിൽ സഭ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ലജ്ജിക്കേണ്ട സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. പൂർവ്വപിതാക്കന്മാരുടെ കണ്ണുനീരിനും പ്രാർത്ഥനകളും വില കൽപ്പിക്കുന്നവരാണെങ്കിൽ ഉചിതമായ തീരുമാനമെടുക്കുക. പൂർവ്വപിതാക്കന്മാർ തിരഞ്ഞെടുക്കരുതെന്ന് പറഞ്ഞിരുന്ന ചിലരെ തിരഞ്ഞെടുത്തതിന്റെ അനന്തരഫലങ്ങൾ ഇന്നും സഭ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതേ ചരിത്രം വീണ്ടും ആവർത്തിക്കണമോ? വിശുദ്ധ ശ്ലീബയും വിശുദ്ധ ഗ്രന്ഥങ്ങളും അവഹേളിച്ചവരും വിവിധ വിവാദങ്ങളിൽപ്പെട്ടവരുമൊക്കെ ശക്തമായ PR പ്രവർത്തനങ്ങളുടെ പിന്തുണയോടെ മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും സഭ പാഠം പഠിക്കേണ്ടതുണ്ട്. സഭയ്ക്ക് വേണ്ടി ജീവൻ പോലും പണയം വെച്ച് ശുശ്രൂഷിക്കുന്ന ധാരാളം പുരോഹിതനും വിശ്വാസികളും ഈ സഭയിൽ ഇന്നും ഉണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി മുറിവേറ്റു എന്ന ഒറ്റ അവകാശവാദമോ പരിശുദ്ധ പിതാവിന്റെ സെക്രട്ടറി ആയിരുന്നു എന്ന പദവിയോ ചില മേഖലകളിലെ ബന്ധങ്ങളോ മാത്രം ഓർത്ത് ഒരാളെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തെ ഉയർത്താനുള്ള മാനദണ്ഡമാകരുത്. അത് മാത്രമാണ് മാനദണ്ഡമെങ്കിൽ അത് സഭയ്ക്ക് വലിയ അപകടമാണ്. ദൈവസ്നേഹമുള്ളവർ, പ്രാർത്ഥനാ ജീവിതമുള്ളവർ, മനുഷ്യ സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ളവർ, ആത്മീയപരമായും ഭരണപരമായും പക്വതയുള്ളവർ, അത്തരം പിതാക്കന്മാരെയാണ് സഭയ്ക്കും സമൂഹത്തിനും ആവശ്യം. പൊതുസമൂഹത്തിൽ ഒരാൾ അറിയപ്പെടുന്ന ശക്തമായ PR പ്രവർത്തനങ്ങളിലൂടെയോ അത് അദ്ദേഹത്തിന്റെ ജീവിതമോ ശുശ്രൂഷയും കൊണ്ടാണോ എന്ന് ഓരോ അംഗവും തിരിച്ചറിയപ്പെടണം. ഇത് ഒരു വ്യക്തിയെ ജയിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല. ഇത് ഒരു സഭയെ നയിക്കാൻ ആരെയാണ് ഏൽപ്പിക്കേണ്ടതെന്നുള്ള ചരിത്രപരമായ തീരുമാനമാണ്. 70 മണിക്കൂറിന് ശേഷം ചരിത്രം എഴുതപ്പെടും. ആ ചരിത്രത്തിൽ നമ്മുടെ വോട്ടിനും ഒരു ഉത്തരവാദിത്തം ഉണ്ടാകും. സഭയെ സ്നേഹിക്കുന്നുവെങ്കിൽ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക. പിതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവരുടെ ജീവിതം പരിശോധിക്കുക. വ്യക്തികളെക്കാൾ സഭയെ തിരഞ്ഞെടുക്കുക. പ്രചാരണത്തെക്കാൾ സത്യത്തെ തിരഞ്ഞെടുക്കുക. വികാരത്തേക്കാൾ വിവേകം തിരഞ്ഞെടുക്കുക. കാരണം ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആജീവനാന്തം നമ്മളത് അനുഭവിക്കേണ്ടി വരും. തെറ്റായ തീരുമാനം സഭയുടെ ഭാവി തലമുറകൾക്ക് വർഷങ്ങളോളം പേറേണ്ടി വരും. എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയാത്ത പിതാക്കന്മാരെ ഇനിയും ആവശ്യമില്ല. അങ്ങനെയുള്ള പിതാക്കന്മാർ ആവശ്യത്തിലും അധികം PR വാക്കുകളിലൂടെയും സഭാപിതാക്കന്മാരുടെ ഇടപെടലുകളിലൂടെയും വ്യവസായികളുടെ താല്പര്യത്തോടെയും സഭയിൽ നിലവിലുണ്ട്. അവരുടെ എണ്ണം കൂട്ടാൻ ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തിത്വം സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പണയം വെക്കാതിരിക്കുക. നേതൃത്വത്തിൽ ഇരിക്കുന്ന പലർക്കും വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച പ്രമുഖർ ഉൾപ്പെടെ പലരും തങ്ങൾക്ക് പറ്റിയ അബദ്ധം തിരിഞ്ഞുനോക്കി തിരുത്താൻ തുടങ്ങിക്കഴിഞ്ഞു. ഉണർന്ന് ദൈവാശ്രയത്തോടെ പ്രവർത്തിക്കുക. നമ്മുടെ ഒരു തീരുമാനം ഒരുപക്ഷേ ഒരു വ്യക്തിയുടെ ഭാവി മാത്രമല്ല, സഭയുടെ വരും തലമുറകളുടെ ചരിത്രം തന്നെയായിരിക്കും നിർണ്ണയിക്കുക. ദൈവം തരുന്ന ജ്ഞാനത്തോടും സത്യസന്ധമായ മനസാക്ഷിയോടും കൂടി തീരുമാനിക്കാം. സഭയെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കുക.